തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ച കർഷകന്റെ അഭിമുഖം സംപ്രേഷണം ചെയ്ത മാധ്യമപ്രവർത്തകയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തു. പൾസ് ന്യൂസ് ബ്രേക്ക് എഡിറ്റർ രേവതി പൊടകാനന്ദയുടെയും ഭർത്താവ് ചൈതന്യയുമാണ് അറസ്റ്റ് ചെയ്തത്. കർഷകന്റെ അഭിമുഖം മോശം പരാമർശങ്ങളുണ്ടെന്ന് കാണിച്ച കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇരുവരുടെയും അറസ്റ്റ്. കെ രാജേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, കോൺഗ്രസ് ഭരണത്തിന് കീഴിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ മാധ്യമപ്രവർത്തക തന്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ആയി പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ പ്രവർത്തകയുടെയും ഭർത്താവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയാണ്. തെലങ്കാന ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് സർക്കാരാണ്. ഈ കോൺഗ്രസ്, അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ കുറേ കാലമായി മോദി ഭരണത്തിന് കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നെല്ലാം തന്നെ പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് ഈ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തെ കർഷകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പങ്കുവച്ചതിന് പുലർച്ചെ 5 മണിക്കാണ് ഈ രേവതി എന്ന വനിതാ മാധ്യമപ്രവർത്തകയെയും അതോടൊപ്പം തന്നെ താൻവി യാദവ് എന്ന മറ്റൊരു മാധ്യമപ്രവർത്തകർ ഇവരെ രണ്ടുപേരെയും അവരുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ കോൺഗ്രസ് സർക്കാരാണ്. ഇത് രേവന്ത് റെഡ്ഡി നേരിട്ട് നിർദ്ദേശം നൽകി, ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് നേരിട്ട് നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഇത് ഇപ്പോഴും അവർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ തെലങ്കാനയിൽ കാർഷിക മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ട്. കർഷകർ അവിടെ സമരരംഗത്താണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയുണ്ട്. ഇതെല്ലാമാണ് ആ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കുവച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു ശക്തമായ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത മാധ്യമപ്രവർത്തനത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും എല്ലാം ഹനിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ടും ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെടാൻ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കോൺഗ്രസ് ഹൈക്കമാൻഡോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. അവിടുത്തെ മാധ്യമപ്രവർത്തകർ, അതുപോലെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, അവരെല്ലാം തന്നെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മോദി സർക്കാർ എങ്ങനെയാണോ ഈ മാധ്യമങ്ങൾ നേരിടുന്നത് അതേ രീതിയിൽ തന്നെയാണ് തെലങ്കാന ഭരിക്കുന്ന രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരും മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് അവിടെ ഉണ്ടായ ഈ ഒരു വനിതാ മാധ്യമപ്രവർത്തകരുടെയും അവരുടെ ഭർത്താവിൻ്റെയും അറസ്റ്റ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ സംഘടനകളെല്ലാം തന്നെ ഇതിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഇവരെ വിട്ടയക്കണം, അതുപോലെ ഇവർക്കെതിരെയുള്ള നടപടികളെല്ലാം അവസാനിപ്പിക്കണം എന്ന ആവശ്യം ശക്തമാണ്. അതേസമയത്ത് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്? അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം, ആ രീതിയിലാണ് പല പ്രമുഖരായ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അവരെല്ലാം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത് ഇതൊരു വഴിവിട്ട വിമർശനമാണ്, അടിസ്ഥാനരഹിതമായ വിമർശനമാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവന്ത് റെഡ്ഡിയെയും കോൺഗ്രസ് സർക്കാരിനെയും പൂർണ്ണമായും അവഹേളിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അത്തരത്തിലുള്ള ചില ന്യായീകരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ നിരത്തുന്നത്. എങ്കിൽ പോലും ഇത് യാതൊരു സംശയവും വേണ്ട, ഇത് വലിയ രീതിയിലുള്ള വലിയ വിമർശനം. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്, കാരണം രേവന്ത് റെഡ്ഡി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇവരുമായെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും KC വേണുഗോപാലിൻ്റെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന വിഷയത്തോടുള്ള കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം മോദി സർക്കാരും BJPയും എങ്ങനെയാണോ മാധ്യമങ്ങളെ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തനത്തെ കോൺഗ്രസും കാണുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഘടകങ്ങളെല്ലാം ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ക്രൂരമായ ഒരു പോലീസ് നടപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു പരാതി ലഭിച്ചു, അതിൽ യാതൊരുവിധ അന്വേഷണവും ഇല്ലാതെ വീട്ടിൽ കയറിയാണ് ഇത്തരത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കർഷകന്റെ അഭിമുഖം മോശം പരാമർശങ്ങൾ ഉണ്ടെന്ന് കാണിച്ചായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയത്. പരാതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അന്വേഷണങ്ങളൊന്നും വേണ്ടി വന്നില്ല വനിതാ മാധ്യമ പ്രവർത്തകയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ. അവിടെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിന്റെ കീഴിലുള്ള നടപടി. തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥക്കാലത്ത് സമാനമായ പല നടപടികളും ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ്സുകാരെല്ലാം അഴിഞ്ഞാടുകയായിരുന്നു. പിന്നീട് പല സംസ്ഥാന സർക്കാരുകളിലും
കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന പല സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറി. കോൺഗ്രസ് ഇന്ന് വളരെ ദുർബലമാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ നിരന്തരം ഇതേപോലുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നു, ദീർഘകാലം പിടിച്ച് ജയിലിലിടുന്നു, മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ സമീപകാലത്ത് നിരവധി ഉണ്ടായി. എന്നാൽ ഈ മാറിയ സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് അവരുടെ നിലപാട് മാറ്റാൻ തയ്യാറില്ല. ഇപ്പോഴും ഒരു അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ അതേ ഹാങ് ഓവറിൽ തന്നെയാണ് എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇതിനകത്ത് ഏതെല്ലാം രീതിയിലുള്ള ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടാവും. KC വേണുഗോപാലിൻ്റെ ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കും. കാരണം നമുക്ക് കേരളത്തിലൊന്നും ഇത്തരത്തിലുള്ളൊരു ഒരു സാഹചര്യമേ തന്നെയില്ല. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനം. എന്നിട്ട് പോലും പല ഘട്ടങ്ങളിലും ഈ കേരള സർക്കാരിനെ എല്ലാം വിമർശിക്കാറുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലെല്ലാം തന്നെ വിമർശിക്കാറുള്ള KC വേണുഗോപാലെല്ലാം ഈ വിഷയത്തിൽ എന്ത് സമീപനം കൈക്കൊള്ളുമെന്നാണ് ഇനി അറിയാനുള്ളത്. രാഹുൽ ഗാന്ധി ഇടപെടുമോ, പ്രിയങ്ക ഗാന്ധി ഇടപെടുമോ, KC വേണുഗോപാൽ ഇടപെടുമോ, രേവന്ത് റെഡ്ഡി സർക്കാർ നിലപാട് മാറ്റാൻ തയ്യാറാകുമോ, ഈ മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിക്കുമോ, ഇതെല്ലാമാണ് ഇനി അറിയാനുള്ളത്. ശരി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ച കർഷകന്റെ അഭിമുഖം സംരക്ഷണം ചെയ്ത മാധ്യമപ്രവർത്തകയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. K. രാജേന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.